ഹലോ മച്ചാമാരെ, അപ്പോൾ മെറ്റൽ സ്പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഓപ്പൺ ടെറസിലൊരു ചെറിയൊരു റൂഫിംഗ് ആണ് കേട്ടോ. ഒരു 490 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. അപ്പോൾ അതിൻ്റെ റൂഫിംഗ് ആണ്. അപ്പോൾ നമ്മളിവിടെ മെറ്റീരിയൽസൊക്കെ ഇറക്കി ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പിള്ളേർ എന്നിട്ട് ഫ്രെയിമിലടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പോസ്റ്റൊക്കെ ഇടാനുള്ള പട്ടയൊക്കെ ഹോൾ ചെയ്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെയിൻ്റൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഹോൾ പട്ടയൊക്കെ വെക്കാനുള്ള ഡ്രില്ലൊക്കെ ചെയ്ത് അതൊക്കെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പോസ്റ്റിനുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഇതൊരു വർക്കാണ് കേട്ടോ. നമ്മളതൊക്കെ ചെയ്യാനായിട്ട് ടോട്ടൽ വന്നാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 60,000 രൂപയായിട്ടാണ് കേട്ടത്. ആ മെറ്റീരിയൽസും നമ്മളുടെ പണിക്കാശ് എല്ലാം കൂടി ഇട്ടിട്ട് നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്തേ കൊണ്ടാണ് കേട്ടോ. ഇത്ര നമുക്ക് ലോങ്ങൊക്കെ ലോങ് കുറച്ച് ദൂരേക്ക് പോകുമ്പോൾ വെച്ചാൽ ഈ റേറ്റിൽ വ്യത്യാസം വരും. നമുക്ക് ട്രാവലിംഗ് ചാർജും പെട്രോൾ അങ്ങനെയുള്ളതൊക്കെ കുറവായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ഇത് 60 രൂപയായിട്ടുള്ളൂ. ഈ സ്റ്റെയറിനകത്ത് ഉൾപ്പെടുള്ള സ്റ്റെയർ നമ്മൾ തന്നെ ചെയ്തതാണ്. സ്റ്റെയർ സെപ്പറേറ്റ് നമ്മൾ വേറൊരു ദിവസം ചെയ്തതാണ്. സ്റ്റെയർ ചെയ്യാനായിട്ട് ഇവിടെ ഒരു 36-38 ആ ഒരു റേഞ്ചായിട്ട് ആ മെറ്റീരിയൽസും പണിക്കാശ് എല്ലാം കൂടിയിട്ട്. അപ്പോൾ നമ്മളുടെ ഫ്രെയിം വർക്കൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ കാരണം കുറച്ച് പൈപ്പൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായുള്ളൂ. പിന്നെ സ്റ്റെപ്പും പെയിൻ്റ് അടിക്കാനുണ്ടായിരുന്നു. സ്റ്റെപ്പ് നമ്മളന്ന് പണിത് അപ്പോൾ അവർ പെയിൻറ്റർ നിർത്തി അടിപ്പിക്കാമെന്ന് പറഞ്ഞായിട്ട് അവനൊരു ചെയ്തില്ല. ഇപ്പോൾ നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരു അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ ഇവിടെ കിടന്നിരുന്ന പഴയ പൈപ്പുകളുണ്ടായിരുന്നവർ, അപ്പോൾ അവർ പറഞ്ഞാൽ അതും കൊണ്ട് അടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നമ്മൾ അത് അവർ പറഞ്ഞ പ്രകാരം നമ്മൾ അവിടെ കിടന്ന 2 ട്യൂബൊക്കെ കുറച്ചവിടെ പഴയത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ട് നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു ചെറിയൊരു റൂഫിംഗ് ആണ് അതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്ത് കൊടുത്തേക്കണം. അതും ഈ ഒരു റേറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ അതും ചെയ്ത് കൊടുത്താണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് 2 രൂപ അവിടെ കിടന്നിരുന്നത് അത് വെച്ചിട്ടൊരു ഫ്രെയിം അടിച്ചാണ് ചെയ്ത് കൊടുത്തേക്കണത്. അതിൻ്റെ മുകളിൽ നമ്മൾ ഡ്രസ്സ് അടിച്ച് ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാറ്റടിച്ച് ചെറിയ രീതിയിൽ വെള്ളം വരും. അപ്പോൾ അവർ പറഞ്ഞ് അത് നമുക്ക് പിന്നെ കവർ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മളത് കവർ ചെയ്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ഷീറ്റൊക്കെ അടിച്ച് തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മളിതിനകത്ത് ഇട്ടാക്കുന്ന ഷീറ്റ് എന്ന് പറയുന്നത് അപ്പോളോൻ്റെ ഷീറ്റാണ് നമ്മൾ ഇട്ടാണ്. നമ്മളെപ്പോഴും JSW എടുക്കാറ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം അപ്പോളോ കൊണ്ട് എടുത്താക്കണത്. വലിയ റേറ്റ് വ്യത്യാസമൊന്നുമില്ല. ഷീറ്റ് നല്ലത് തന്നെയാണ്. അത്യാവശ്യം നല്ല 0.35 തന്നെ ഷീറ്റ് തന്നെയാണ് നമ്മൾ ഇട്ടാക്കണത് കേട്ടോ. അപ്പോളോൻ്റെ ഷീറ്റ് അത്യാവശ്യം നല്ല ഷീറ്റാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് നടക്കുമ്പോഴൊക്കെ അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഷീറ്റ് അടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടാണ്. ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഷീറ്റ് അടിച്ച്. ഒരു 490 സ്ക്വയർ ഫീറ്റോളം ഉണ്ട് കേട്ടത്. ഇനി സ്റ്റെപ്പൊക്കെ പെയിൻ്റ് അടിക്കാനുണ്ട്. പിന്നെ ഈ മുകളിൽ കാണുന്നതും കുറച്ച് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മളപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സ്ലൈഡിങ് ഡോർ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ അവർക്ക് കയറി വരാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു സ്ലൈഡിങ് ഡോർ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇറങ്ങി പോകാനും അന്നേരം വലിച്ചെടുത്താൽ മതിയല്ലെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ വർക്ക്. ടോട്ടൽ 60 രൂപയായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഓൾ കേരള നമ്മളിങ്ങനത്തെ വർക്ക് ചെയ്ത് കൊടുക്കണതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും ഈ റേറ്റ് പ്രതീക്ഷിക്കരുത്. ഇപ്പോൾ ദൂരം കൂടുന്നതൊക്കെ അനുസരിച്ച് റേറ്റ് മാറും. നമ്മൾ മാക്സിമം നമ്മളുടെ അടുത്തൊക്കെയാണെങ്കിൽ നമ്മൾ ഈ റേറ്റിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി പെയിൻറ്റിങ് മാത്രമേ ഉള്ളൂ. സ്റ്റെപ്പ് പെയിൻറ്റ് ചെയ്യാനുണ്ട്. ഡ്രസ്സിൻ്റെ ഒക്കെ എല്ലാ പെയിൻറ്റിങ്ങും കഴിഞ്ഞിട്ടാ. അപ്പോൾ നമ്മൾ എടുത്താക്കണ ട്യൂബ് എന്നൊക്കെ പറഞ്ഞാൽ 3-1.5 ട്യൂബാണ് എടുത്താണ്. പർലിങ്ങിന് എടുത്താക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.25 നമ്മൾ പർലിങ്ങിന് വേണ്ടി യൂസ് ചെയ്താക്കണേ കേട്ടോ. ഇപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ ഇതേപോലെ നമുക്ക് കൈയൊക്കെ മുറിയാണ്ടിരിക്കുമ്പോൾ നമ്മളുടെ സെപ്പറേറ്റ് റബ്ബർ ബീഡിങ് കൊടുത്തണ്ടേ ഷീറ്റ് കട്ട് ചെയ്ത സ്ഥലത്ത്. എന്ന് വെച്ചാൽ കയറി വരുമ്പോൾ ഇനി കൈയൊന്നും മുറിയരുതല്ല. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ പേജ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, അതൊക്കെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തിടാം. അപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് മേളിൽ വെള്ളം കടത്തിരിക്കണമെന്ന് പറയാൻ നമ്മൾ ജസ്റ്റ് ഒന്ന് കുറേ വെള്ളം ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു സ്റ്റെയറിൻ്റെ മേളിൽ റൂഫിങ്ങിൽ. അപ്പോൾ വെള്ളകത്തോട്ടൊന്നും വീണില്ല. അതാണ് പിന്നെ കുഴപ്പമില്ല. നല്ല അകലത്തിലോട്ടാണ് 2 അടിയാണ്. നമ്മൾ വെള്ളം ഒഴിച്ച് നോക്കി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തെറിച്ചിഞ്ഞ് മഴ പെയ്യുമ്പോഴേ വെള്ളം ഷീറ്റിൽ വീണിട്ട് അകത്തോട്ട് തെറിക്കുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു കാണുന്ന സൈഡ് അവർ പിന്നെ മറക്കാമെന്ന് പറഞ്ഞാലും നമ്മളതിപ്പോൾ മറക്കണില്ല. അവർ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.